സൈഫൈ ആണ്, ഡ്രാമയാണ്, കോമഡിയാണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മസ്തിഷ്ക മരണമല്ല സംഭവിച്ചിരിക്കുന്നത്. സംവിധായകന്റെ മസ്തിഷ്കം കൂടുതൽ ഉണർന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ട് മേജർലി പറയാനുള്ളത് രജിഷ വിജയൻ സോ ഗുഡ് പുള്ളിക്കാരിന്റെ എയറിലാക്കിയ ആൾക്കാരൊക്കെ. അതുപോലെ തന്നെ രജിഷയുടെ കരിയറിലെ ഒരു നെക്സ്റ്റ് ഒരു ഐക്കോണിക് ക്യാരക്ടറായിരിക്കും ഫിദ സോമൻ. 2045 ഇപ്പോൾ എന്താണോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പടം സയൻസ് ഫിക്ഷൻ കോമഡി ഗംഭീരമായിട്ടുള്ള പടം. കൃഷാന്തിൻ്റെ ഡയറക്ഷനിൽ അതിഗംഭീരമായ മൂവി. അതുപോലെ തന്നെ രജിഷയുടെ കരിയറിലെ ഒരു നെക്സ്റ്റ് ഒരു ഐക്കോണിക് ക്യാരക്ടറായിരിക്കും ഫിദ സോമൻ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. രജിഷ മാത്രമല്ല, അതുപോലെ തന്നെ ദിവ്യപ്രഭയാണെങ്കിലും നമ്മുടെ വിഷ്ണു അഗസ്ത്യയാണെങ്കിലും എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇന്ന ആളെന്നില്ല, എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ 2040 സബ്ജക്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2026 ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നാളെ പറഞ്ഞ പോലെ കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളുമായിരിക്കും. ഒരു സൈഫൈ പടമാണോ അതെങ്ങനെയാണ്, കോമഡി എങ്ങനെയാണ്? അല്ല, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സൈഫൈ ആണ്, ഡ്രാമയാണ്, കോമഡിയാണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നാളെ കണ്ടു കഴിയുമ്പോൾ ഇത് എനിക്കൊക്കെ കുറേയൊക്കെ റിലേറ്റബിൾ ആയിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സും റിലേറ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഭയങ്കര ഡിഫറെന്റ് പടം അല്ല, അങ്ങനെ അതുകൊണ്ട് അടിപൊളിയുണ്ട്. എങ്ങനെയുണ്ട് ഒരു ഫ്യൂച്ചർ കാണിക്കുന്ന ഒരു? അല്ല, ഇറ്റ്സ് വെരി നൈസ് സൈഫൈ കോമഡി ത്രില്ലർ മൂവി. ഒരുപാട് പേർക്ക് കണക്ട് ആവാൻ ചാൻസ് ഉള്ള പടമാണ്. എനിക്ക് കണക്ട് ആയി, അടിപൊളിയായി. ഗംഭീര സിനിമയാണ്. കൃഷാന്ത് സാറിന്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് സോ ഫാർ, അങ്ങനെ പറയാം. ഈ സൈഫൈ ഒക്കെ എങ്ങനെ ടെക്നോളജി ഒക്കെ വെച്ചിട്ടുള്ള നല്ല രസമുണ്ട്. പിന്നെ മേജർലി പറയാനുള്ളത് രജിഷ വിജയൻ സോ ഗുഡ് പുള്ളിക്കാരിന്റെ എയറിലാക്കിയ ആൾക്കാരൊക്കെ തിരിച്ചേറി കയറും. ഒരു സർക്കാസ്റ്റിലൂടെ പടം നിങ്ങൾ കണ്ടില്ലേ? അല്ല, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് മൂവിയാണ്. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുകയാണ്. അങ്ങനെ പടം നല്ലതായിരുന്നു. ആക്ച്വലി നല്ലൊരു 2045 ഇപ്പോൾ എന്താണോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ നൈസ് മൂവി. നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു. രസകരമായ അനുഭവം, വേറിട്ട ചിന്ത, പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ് ഈ സിനിമയിലൂടെ പങ്കുവച്ചേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാണുക, ആസ്വദിക്കുക. എൻ്റെ നാട്ടുകാരൻ അജിത് വിനായക, അതിങ്ങനെയുള്ള സിനിമകളൊക്കെ ചിലപ്പോൾ ഒരു നിർമ്മാതാവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ആ സംവിധായകൻ കൃഷാന്തിലുള്ള വിശ്വാസം, ആ ക്രൂവിലുള്ള വിശ്വാസം, അത് അതിമനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് വരികയും അത് പെർഫോമൻസിലൂടെ രജിഷയായാലും നിരഞ്ജനായാലും, നിരഞ്ജൻ ഇപ്പം എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പോൾ അന്ന് ആ പടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിരഞ്ജൻ്റെ പെർഫോമൻസ് ഒരുപാട് മാറി. അഭിനയിച്ച ഓരോരുത്തരും മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് മനോഹരമായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലുപരി ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു തോട്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, മസ്തിഷ്ക മരണമല്ല സംഭവിച്ചിരിക്കുന്നത്. സംവിധായകന്റെ മസ്തിഷ്കം കൂടുതൽ ഉണർന്ന് ചിന്തിച്ചതിന്റെ ഫലമായിട്ട് സംഭവിച്ച